അഡ്വക്കേറ്റ് സലീം ജ്വാലമുഖത്ത് താങ്കളിലേക്ക് കൂടി. ഉറപ്പാണ് ഇന്ത്യയിൽ കനൽ ഒരു തരിയാകില്ല, അത് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അല്ല എന്നുള്ള കാര്യം വ്യത്യാസമാണ്. കേരളത്തിൽ ആലത്തൂരിൽ അത് വീണ്ടും തീരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രബലരായിട്ടുള്ള നേതാക്കന്മാരെ രംഗത്തിറക്കി, പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരെ, മുൻ മന്ത്രിമാരെ, മന്ത്രിയെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ആദ്യം പ്രചാരണ രംഗത്ത് ഇറക്കി. ഏറ്റവും ആദ്യം പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ഒരു സാഹചര്യം. എന്നിട്ടും കിതച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ അതിനകത്ത് വന്നതുകൊണ്ടാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു തിരുത്തൽ അത് ഇടതുമുന്നണിക്കും CPM-നും വേണ്ടിവരില്ലേ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിധിയാണല്ലോ. അതിനെ ആ അർത്ഥത്തിൽ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. തീർച്ചയായിട്ടും ഇടതുപക്ഷവും ആ നിലക്ക് തന്നെ അതിനെ അംഗീകരിക്കുമെന്ന് ഇന്നിപ്പോ പാർട്ടിയുടെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനവിധി അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ആവശ്യമായ തിരുത്തലുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഘടനാപരമായിട്ടും അതുപോലെ ഭരണതലത്തിൽ ആവശ്യമുള്ളതാണെങ്കിൽ ആ നിലയ്ക്കും തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി കഴിഞ്ഞ 2019 നടന്ന അതേ ഒരു സീറ്റാണ് CPIM-ന് LDF-ന് ഉണ്ടായിരുന്നത്. ആ ഒരു സീറ്റ് ഇത്തവണ നിലനിർത്തി ആറ്റിങ്ങലിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിലും മലയാളികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം അങ്ങനെയാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായൊരു പങ്ക് വഹിക്കാനില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളികൾ. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു രീതിയുമല്ല. ഒരേ കാലത്ത് തന്നെ 1991 നമുക്ക് ഓർമ്മയുണ്ട്. ഒരേ സമയത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകൾ തന്നെ ലോക്സഭയിലേക്ക് UDF-ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നേരത്തെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത്. അപ്പൊ അത് ഒരു പുതിയ പ്രവണതയല്ല. പക്ഷെ എന്തായാലും ഇടതുപക്ഷം പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിജയമല്ല ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള സംഘടനാപരമായിട്ടും മറ്റ് എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ നേരത്തെ എടുത്ത് തയ്യാറെടുപ്പുകളോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതാണെന്ന് മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചുകൊണ്ട് അത് കൃത്യമായി ജനങ്ങളിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യിക്കാനൊക്കെ എല്ലാ സംവിധാനവും ഇടതുപക്ഷം ഒരുക്കിയിരുന്നു. അത് ആ അർത്ഥത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ജനങ്ങൾ അത് അങ്ങനെയല്ല സ്വീകരിച്ചത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും. പക്ഷെ അതേസമയം തന്നെ ഇവിടെ ഇപ്പോ നേരത്തെ ശ്രീ BJP-യുടെ രമേശൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോ അവർക്ക് ഇപ്പോഴും ആദി കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഇവരുമായിട്ട് കൂട്ടുകൂടുന്നു, അവരുമായിട്ട് കൂട്ടുകൂടുന്നു. ആരാണ് പറയുന്നത്? ഈ രാജ്യത്തെ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വരെ ഈ BJP വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ് എന്ന് പറഞ്ഞ JDU-വിന്റെ നിതീഷ് കുമാറിന്റെ അടുത്ത് പോയി സാഷ്ടാംഗം താഴ്ന്നു കൂണ് വണങ്ങി അയാളുടെ കാൽക്കൽ വീണ് സഖ്യം സ്ഥാപിച്ച് ഇപ്പൊ അതിന്റെ ബലത്തിനാണ് അവർക്ക് ഈ കേവലം ഈ ഒരു ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് NDA എത്തിയത്. ബീഹാറിൽ നിന്നുള്ള ആ ഒരു കൂടി കാണണം. PDP ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാജ്യത്താകെ ആന്ധ്രയിലെ നായിഡുവിനൊക്കെ എതിരായിട്ട് എന്തൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടന്നിരുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ അതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കേവല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാട്ടിലെമ്പാടും നടന്ന് സഖ്യമുണ്ടാക്കിയിട്ട് ഇപ്പോ മറ്റുള്ളവർ സഖ്യമുണ്ടാക്കിയതിനെ കുറിച്ച് വേവലാതിപ്പെടുക ഏതായാലും നല്ലത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ ആകെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുക്കുക എന്നുള്ള മൗഢ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യും നരേന്ദ്രമോദിയും ചെയ്തത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി നാഴികക്ക് 40 വട്ടം ഇങ്ങനെ ഉരുവിട്ട് നടക്കുകയായിരുന്നു. അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലേക്കും കേരളം പ്രബുദ്ധമാണ്, ആ പ്രബുദ്ധ കേരളത്തെ ഞങ്ങൾ പ്രബുദ്ധ കേരളം അല്ലാതാക്കി എന്നാണ് രമേശ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ അവിടെയാണ് കേരളത്തിൽ താമര വിരിച്ചു. അതെ, താമര വിരിച്ചു എന്ന് പറഞ്ഞാൽ
ആ പ്രബുദ്ധ നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കണ്ട സലീമേ, നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കൽ CPM ഒരു സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയാറുണ്ട്, നിങ്ങളും അജിക്കുഴിയൊക്കെ ചർച്ചയിൽ പറയാറുണ്ട് പ്രബുദ്ധ കേരളമാണ്, ഇവിടെ താമര വിരിയിലാണ്. അവിടെ നമ്മൾ താമര വിരിയിച്ചു. അതെ, ഞാനിപ്പോഴും അവിടെ തന്നെ പറയുന്നത്, ഇവിടെ ഈ താമര ഇതുപോലെ നേമത്ത് ഇതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിരിയിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇടപെടല്ലോ ദൈവം പ്ലീസ്. എങ്ങനെയാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത് എന്ന് കണക്കുകൾ വളരെ വ്യക്തമാണ്. ഇതിലിപ്പോ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. 1,00,000 വോട്ട് UDF കുറഞ്ഞു. ആ 1,00,000 വോട്ട് BJPക്ക് അധികം. നമുക്ക് അതൊരു വലിയ വിഷയമുണ്ട്. കേരളത്തിലൊരു വിഷയം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ സലീം ജോണമുത്ത്, ഞാൻ ഒരൊറ്റ വാക്കാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ ഇതിനകത്തുണ്ട് എന്ന് ഇപ്പോഴും ഈ ഒരു സീറ്റിനകത്ത് നിൽക്കുമ്പോൾ അത് ഇടതുപക്ഷം മനസ്സിലാക്കുന്നുണ്ടാവുമോ? അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കുമോ? അതോ അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒരു വിലയിരുത്തൽ അല്ല നടന്നിരിക്കുന്നത് എന്ന് തന്നെ ആവർത്തിച്ചു പറയുന്നു? ചുരുക്കവാക്കുകൾ. അല്ല, ഒരിക്കലും അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഭരണതലത്തിലോ സംഘടനാ തലത്തിലോ ഏതെങ്കിലും മാറ്റങ്ങൾ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് വരുത്തുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സംസ്ഥാന സർക്കാരിൽ നമുക്കറിയുന്നത് ദേശീയ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്, കഴിഞ്ഞ നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വിലയിരുത്തൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ജനങ്ങൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ കൂടി അതിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് വിലയിരുത്തിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഇടതുപക്ഷം വരുത്തിയിട്ടുണ്ട്. കാരണം 2019 ഇതുപോലെ ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നടന്ന 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങളെ കൂടെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ള അനുഭവവും പാരമ്പര്യവും ഞാൻ കേരളത്തിലെ ആ ഒരു ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് വരാം.